പ്രൈസ് അലോൺ ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് അഹ്റോനെയും ലേവരെയും തന്റെ ശുശ്രൂഷയ്ക്കായി നിയമിച്ചിട്ടുണ്ടെന്നും ആ ജോലിക്കായി അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും ദൈവം വെളിപ്പെടുത്തുകയാണ്. സാഹചര്യം ഇതാണ് പ്രിയമുള്ളവരെ. മോശയുടെ കൂടെ ഉണ്ടായിരുന്ന കോറാഹും കൂട്ടുകാരും മോശയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. മോശയുടെ കോറാഹും കൂട്ടുകാരും പറയുന്നുണ്ട്, നിനക്ക് എന്താണ് ഞങ്ങളെക്കാൾ മേന്മ? ഞങ്ങളും നിന്നെ പോലെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ മോശ അവരോട് പറയുന്നുണ്ട്, നിനക്കെല്ലാം തന്നിട്ടുണ്ട്, പൗരോഹിത്യ അധികാരം മാത്രം തന്നിട്ടില്ല. അതിലുപരിയായി ദൈവം തങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം ഇവർ സ്വീകരിക്കാതെ വന്നപ്പോൾ മോശയോടും അഹ്റോനോടും അസൂയാപരമായ തരത്തില് കോറാഹും കൂട്ടരും പെരുമാറിയപ്പോൾ മോശ പറയുന്നുണ്ട്, ദൈവമാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത്, എങ്കിൽ നാളെ നിങ്ങൾ അതിന് തെളിവ് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് 12 ഗോത്രത്തെ 12 വടി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. മോശ ദൈവത്തെ സമർപ്പിക്കുന്നു. പിറ്റേ ദിവസം മോശ പറഞ്ഞ പോലെ തന്നെ ആ വടി, അഹ്റോന്റെ വടി കിളർക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അധികാരത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ അനുഗ്രഹവും അഭിഷേകം കിട്ടും. ഒരുപക്ഷെ മോശയുടെ അസൂയാപരമായ തരത്തില് അവർ പെരുമാറിയെങ്കിലും ദൈവം തങ്ങളെ തെരഞ്ഞെടുത്ത വ്യക്തികളെ ചേർത്തു പിടിക്കുകയും അവരുടെ വാക്കിനും ജീവിതത്തിനും ദൈവം ഉറപ്പ് കൊടുക്കുകയും അവരെ ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഒന്നാണ് നാം കാണുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരുപക്ഷെ കോറാഹുവിനെ പോലെയൊക്കെ നമ്മൾ പ്രതികരിക്കുന്ന അവസ്ഥ വരുമ്പോൾ അത് ദൈവികമല്ല എന്നും ദൈവത്തിന്റെ അധികാരം ലഭിച്ച മക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹം സ്വീകരിക്കണം, അഭിഷേകം സ്വീകരിക്കണം. അവരെ മാനുഷ്യമായി പരിഗണിച്ചുകൊണ്ട് പ്രതികരിക്കുമ്പോൾ നമ്മൾ കൃപയോട് മറുതലിക്കുന്ന അവസ്ഥയാണെന്ന് ദൈവം വെളിപ്പെടുത്തിയാണ്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത അധികാരം ദൈവിക അധികാരമായി കണ്ടുകൊണ്ട് നമ്മൾ അവരെ അനുസരിക്കുമ്പോൾ, അവരെ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അധികാരത്താണ് ചേർന്ന് നിൽക്കുന്നത്. ദൈവം അവരിലൂടെ പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടി കൂടിയാണെന്നും അവരിലൂടെ ദൈവം അനുഗ്രഹം ചൊരിയുവാൻ വേണ്ടി ദൈവം അവരെ ഒരു ഉപകരണമായി കാണുമെന്നും കാണുവാനുള്ള വലിയ കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറക്കരുത് പ്രിയമുള്ളവരെ, മോശയും അഹ്റോനെയും ദൈവം തെരഞ്ഞെടുത്തു. അതുകൊണ്ട് അവർ വിശ്വാസം അവർ പറഞ്ഞപ്പോൾ അതും അതിന് പിറ്റേ ദിവസം സംഭവിക്കുന്നു നാം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവിക അധികാരത്തിൽ ചേർന്നുകൊണ്ട് ദൈവമഹത്വത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് വാഗ്ദത്തമെടുത്ത മക്കളുടെ നിയോഗങ്ങള് ദൈവസന്നിധി സമർപ്പിക്കുന്നു. അവരെയും പ്രത്യേകിച്ച് അവരുടെ നിയോഗങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.